ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനി പാലോട് ക്ഷേത്രത്തിൽ പോവുകയും തിരുമേനിയോട് 9-ാം തീയതി വിവാഹം എന്തെങ്കിലും നടന്നതായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തിരുമേനി പറയുമ്പോൾ അവിടുത്തെ CCTV വിഷ്വൽസ് പരിശോധിക്കണമെന്ന് ശാലിനി പറയുകയാണ്. അങ്ങനെ ശാലിനി CCTV പരിശോധിക്കുന്നുണ്ടെങ്കിലും 9-ാം തീയതി വിവാഹം നടന്നതായിട്ട് ശാലിനിക്ക് ഒരു സൂചനയും ലഭിക്കുന്നില്ല. കേസിന്റെ എന്തെങ്കിലും കാര്യമാണോ എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ അല്ലെന്നും പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയാ വന്നതെന്നും പറഞ്ഞുകൊണ്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയ ഉടൻ തന്നെ ശാലിനി ശ്യാമയെ വിളിക്കുന്നു. ശ്യാമേ, നമ്മുടെ ഊഹം ശരിയാണെന്നാ തോന്നുന്നത്. വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞതായി അവരെല്ലാവരെയും കബളിപ്പിക്കുകയാണ് ചെയ്തത്. ആ കാർത്തിക അല്ലെങ്കിലും ഒരു പെരുങ്കള്ളിയാ കുഞ്ഞേച്ചിയെന്ന് ശ്യാമ പറയുന്നു. നീ എന്താണെങ്കിലും ഇപ്പോൾ എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട. നമുക്ക് കുറച്ചുകൂടി തെളിവുകൾ കിട്ടട്ടെ. പിന്നെ മറ്റൊരു കാര്യം കൂടി, അവള് മധുശ്രീയെ കാണാൻ വേണ്ടിയിട്ടാ ഇവിടെ വന്നത്. മധുശ്രീയും അവളും തമ്മിൽ എന്താ ബന്ധമെന്നും നമുക്ക് ആദ്യം അറിയണം, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി കോള് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ശാലിനി ക്ഷേത്രത്തിൽ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയാണ്. ശാരദമ്മ പറഞ്ഞ കാര്യങ്ങളും കൂടാതെ ശാന്തി മുഹൂർത്തത്തിന്റെ മുഹൂർത്തം കുറിക്കാൻ വന്ന ജോത്സ്യർ പറഞ്ഞ കാര്യവും ഒക്കെ തന്നെ ഓർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് സത്യഭാമ. തുടർന്ന് ഭാമ വക്കീലിനെ വിളിക്കുന്നു. നാളെ രാവിലെ തന്നെ ഇവിടം വരെ വരണമെന്ന് പറഞ്ഞ് ഭാമ കോള് കട്ട് ചെയ്യുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പൊന്നി എല്ലാവർക്കുമുള്ള ചായയുമായിട്ട് വരികയാണ്. ആർക്കും ചായ മുകളിലേക്കൊന്നും കൊടുക്കണ്ട, എല്ലാവരും താഴേക്ക് വരട്ടെ എന്ന് ഭാമ പറയുന്നു. പിന്നെ പൊന്നി ഒരു ഗ്ലാസ് ചായയും കൂടി കൂടുതലായിട്ട് എടുക്കാൻ പറയുമ്പോൾ അതിന് പപ്പിമോള് ചായ കുടിക്കില്ലല്ലോ എന്ന് പൊന്നി പറയുന്നു. പപ്പിമോൾക്കല്ല, ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, നിന്നോട് പറഞ്ഞത് ചെയ്താൽ മതിയെന്ന് ഭാമ ദേഷ്യത്തോടെ പറയുമ്പോൾ പൊന്നി അകത്തേക്ക് പോകുന്നു. തുടർന്ന് ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ്. ചുമതലപ്പെട്ടവര് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാനായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് ഭാമ പറയുകയാണ്. അതേസമയം വിഷ്ണു പുറത്തേക്ക് വരുമ്പോൾ വിഷ്ണുവിനോട് കാർത്തികയെ വിളിച്ചുകൊണ്ട് വരാനായി ആവശ്യപ്പെടുകയാണ് ഭാമ. അങ്ങനെ വിഷ്ണു കാർത്തികയും കൊണ്ട് താഴേക്ക് വരുമ്പോൾ പിള്ളച്ചേട്ടൻ വക്കീലിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരുന്നു. തുടർന്ന് ഭാമ വക്കീലിനെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാണ്. ഓ, വക്കീലായിരുന്നോ തൻ്റെ വിശിഷ്ടാതിഥി എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ അപ്പോൾ സത്യമ്മ കാര്യങ്ങളൊന്നും രാഘവൻ സാറിനോട് പറഞ്ഞില്ലേ എന്ന് വക്കീല് ചോദിക്കുന്നു. ഓ, പറഞ്ഞിട്ടും വലിയ വിശേഷമൊന്നുമില്ല. രാഘവൻ സാർ ഇപ്പോഴും എൻ്റെ എതിർപക്ഷമാണെന്ന് ഭാമ പറയുന്നു. തുടർന്ന് വിഷ്ണുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഭാമ പറയുകയാണ്, ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അത് എത്രയും പെട്ടെന്ന് വേണം. ഇത് കേൾക്കുന്ന വിഷ്ണുവും കാർത്തികയും ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് വക്കീല് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിവാഹം ഏത് ക്ഷേത്രത്തിൽ വെച്ചാന്നാ പറഞ്ഞത്? ഇത് കേൾക്കുന്ന വിഷ്ണു പതർച്ചയോടെ നിൽക്കുകയാണ്. അല്ല, ഏത് ക്ഷേത്രമെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഒപ്പിട്ട് കാണുമല്ലോ. അവിടുത്തെ രേഖയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് വക്കീല് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണുവും കാർത്തികയും. വീണ്ടും വിഷ്ണുവും കാർത്തികയും വാക്കുകൾക്ക് വേണ്ടി തപ്പുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, പാലോട് ക്ഷേത്രം അങ്ങനെയായിരുന്നല്ലോ ഇവൻ പറഞ്ഞത്. ഇവൻ ഓർമ്മയില്ലെങ്കിലും കേട്ട എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യത്തെ ബന്ധം വേർപ്പെടുത്താതെ വിഷ്ണു മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈമാണെന്ന് വക്കീല് പറയുന്നു. രാഘവേട്ട, ആ കുട്ടി ഒരു കടലാസ് കൊടുത്താലേ നമ്മളെല്ലാവരും തൂങ്ങുമെന്ന് വക്കീല് പറയുന്നു. വക്കീല് എന്താണെന്ന് വെച്ചാൽ ഒരു പോംവഴി പറയാൻ ഭാമ പറയുമ്പോൾ ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് വക്കീല് പറയുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്, വക്കീല് ഡിവോഴ്സിന്റെ കാര്യവുമായിട്ട് മുന്നോട്ട് പോക്കോ. അല്ല, നമ്മളൊരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചാൽ പോരെ എന്ന് ഭാമ ചോദിക്കുന്നു. വിഷ്ണു, ഡിവോഴ്സ് നോട്ടീസ് സൈൻ ചെയ്യാൻ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, എൻ്റെ അമ്മ വക്കീല് പറഞ്ഞത് കേട്ടതല്ലേ, ഇതൊരു ക്രൈമാണെന്ന്. ഒന്നാമത് ഞാൻ കാർത്തികയെ വിവാഹം ചെയ്ത കാര്യം അയാൾക്കറിയാം. അതിന്റെ പിന്നാലെ നോട്ടീസും കൂടി അയച്ചാലേ അയാൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഞാൻ അകത്താകും. തുടർന്ന് വക്കീലിന്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് നോട്ടീസ് വാങ്ങിച്ചു വെച്ച് ഭാമ വക്കീലിനെ പറഞ്ഞു വിടുന്നു. എൻ്റെ മകന്റെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ള് എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് ഭാമ പറയുമ്പോൾ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുകയാണ് വിഷ്ണു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.